ഇപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരാൾ വന്നിരിക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീട്ടിൽ പോയി അല്ല എടുത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിനകത്ത് സാൾട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അതായിരിക്കും എടുത്ത് കൊടുക്കുക, റൈറ്റ്? അതുപോലെ ഒരാൾ വന്നിട്ട് എനിക്ക് വെള്ളം വേണം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും അടുത്ത വീട്ടിലേക്ക് ഓടാറില്ല. നമ്മുടെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് വെള്ളം കൊടുക്കാറുണ്ട്. സോ എന്ന് പറഞ്ഞതുപോലെ ദൈവത്തെ അന്വേഷിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ അപ്പം പറഞ്ഞ, അമ്മ പറഞ്ഞ, എൻ്റെ സഹോദരന്മാർ പറഞ്ഞ, എൻ്റെ ബന്ധുക്കൾ പറഞ്ഞ, എൻ്റെ സമൂഹം പറഞ്ഞ ദൈവത്തെ അല്ല ഞാൻ അന്വേഷിച്ച് പോകേണ്ടത്. എന്നിലുള്ള ദൈവത്തെ ഞാൻ ആദ്യം കണ്ടെത്തണം. എന്നിലുള്ള ദൈവത്തെ കണ്ടെത്താൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന വിഭാഗീയതകൾ മാറിപ്പോകും. സോ എപ്പോഴും ദൈവത്തെ എന്നിൽ കണ്ടെത്താനായി ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ടുള്ള ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മളിന്ന് സ്പിരിച്വൽ ഐക്കോൺസ് എന്ന് പറയുന്ന ഏത് വ്യക്തി എടുത്താലും, അത് ബുദ്ധനാകട്ടെ, അത് ശ്രീരാമനാകട്ടെ, അത് ശ്രീകൃഷ്ണനാകട്ടെ, അത് ജീസസ് ക്രൈസ്റ്റ് ആകട്ടെ, അത് മുഹമ്മദ് നബി ആകട്ടെ, അത് വിവേകാനന്ദനാകട്ടെ, ശ്രീനാരായണ ഗുരു ആകട്ടെ, ഇവരെല്ലാം വിരൽ ചൂണ്ടിയത് ഒരു പോയിന്റിലേക്കാണ്. കാരണം അവരിലൂടെ ആ ദൈവമെന്ന് പറയുന്ന കാര്യത്തെ കണ്ടെത്തി. പക്ഷെ നമുക്കുള്ള പ്രശ്നം, എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ചത്, എൻ്റെ സമൂഹം എന്നെ പഠിപ്പിച്ചത്, എൻ്റെ മതം എന്നെ പഠിപ്പിച്ചത്, ഞാൻ അതിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് ദൈവം ആരാണെന്ന് എനിക്ക് ബോധമില്ല. കാരണം എനിക്ക് കിട്ടിയതിനെ ബേസ് ചെയ്ത് കിടക്കുക, അനുഭവത്തിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ദൈവം എന്താണെന്ന് തർക്കിക്കുകയും വാദിക്കുകയും പ്രസ്താവിക്കുകയും ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ആ ദൈവത്തെ കണ്ടെത്തിയിട്ടുണ്ടോ, നിങ്ങൾ ആ ദൈവത്തെ അനുഭവിച്ചിട്ടുണ്ടോ, നിങ്ങൾ ആ ദൈവത്തെ ആസ്വദിച്ചിട്ടുണ്ടോ എന്ന് പറയുന്ന ആ പോയിന്റിലേക്ക് വരണം. അതിന് ഓരോ വ്യക്തിയും ആ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന ദൈവഭാവത്തെ തിരിച്ചറിഞ്ഞ് അതിലൂടെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിച്ചാൽ മാത്രമേ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡെഫിനിഷനകത്തേക്ക് നമുക്ക് വരാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും വിഘടിച്ച് നിൽക്കും. അപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ വഴിയും പബ്ലിക്കിലെ ട്രെയിനിങ് വഴിയും സെമിനാറുകൾ വഴിയും ക്യാമ്പുകൾ വഴിയൊക്കെ ഞാൻ ശ്രമിക്കുന്നത്, എനിക്ക് ദൈവത്തെ കണ്ടെത്താനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും കഴിഞ്ഞതുപോലെ എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരു വ്യക്തിയെ ആ ക്യാപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ആ വ്യക്തിക്ക് ആ വ്യക്തിയിലിരിക്കുന്ന ദൈവഭാവത്തെ കണ്ടെത്താൻ, ആസ്വദിക്കുവാൻ, അനുഭവിക്കുവാൻ ഞാൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കൊടുക്കും. അതിൽ നിന്നുകൊണ്ട് ആ വ്യക്തി അത് ആസ്വദിക്കും, ആ വ്യക്തി ആ ദൈവവുമായി സംവാദിക്കും, ആ വ്യക്തിക്ക് ശരിക്കും ആ ദൈവിക അനുഭവം ഉണ്ടാകും, അനുഭൂതി ഉണ്ടാകും. അപ്പോൾ പിന്നെ ഡെഫിനിഷൻ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ട കാര്യമില്ല. ഞാൻ അനുഭവിച്ച അതേ കാര്യം ആ വ്യക്തിയും അനുഭവിക്കും, ഇല്ലേ? ഉപ്പ് ഞാൻ തിന്നാലും നിങ്ങൾ തിന്നാലും ഒരേ രുചിയാണ്. നാരങ്ങ നീര് ഞാൻ കുടിച്ചാലും നിങ്ങൾ കുടിച്ചാലും ഒരേ രുചിയാണ്. കാരണം അതിൻ്റെ രുചിയെ മാറ്റാൻ പറ്റില്ല. എന്ന് പറഞ്ഞതുപോലെ ദൈവമെന്ന് പറയുന്ന ആ വ്യക്തിയെ ഞാൻ അനുഭവിച്ചാലും നിങ്ങൾ അനുഭവിച്ചാലും അതിന് ഒരേ ആസ്വാദനം, ഒരേ അനുഭൂതി തന്നെയാണ്.